എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റീവാലുവേഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള റീവാലുവേഷനായി വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയം പരിധി നീട്ടിയിരിക്കുകയാണ് സർവകലാശാല. ഇക്കാര്യം അറിയാതെ പോകരുത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റീവാലുവേഷനായി രജിസ്റ്റർ ചെയ്യാനുള്ള റീവാലുവേഷൻ കൊടുക്കാനുള്ള സമയപരിധി യൂണിവേഴ്സിറ്റി നീട്ടി ഫെബ്രുവരി മാസം 5-ാം തീയതി വരെ, മറ്റന്നാൾ വരെയാണ് സർവകലാശാല വിദ്യാർത്ഥികൾക്ക് നീട്ടി നൽകിയിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറഞ്ഞു, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് റീവാലുവേഷൻ കൊടുക്കേണ്ടത്. മാർക്ക് കൂടും, അതായത് നിങ്ങളിപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പറയാറുണ്ട്, 2 രീതിയിലുള്ള വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ കൊടുക്കാറുള്ളത്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്കിന് 1-2 മാർക്ക് കുറവുള്ളവർ, അല്ലെങ്കിൽ വിചാരിച്ച മാർക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ. ഞാൻ ഇപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രെഡിക്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് 100% എൻ്റെ മാർക്ക് കൂടുമെന്ന് പ്രെഡിക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ കൊടുക്കണം. ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നു, നിങ്ങൾ മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ റീവാലുവേഷൻ കൊടുക്കുന്നത് കൊണ്ട് കാര്യമുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾ അടച്ച പൈസ നഷ്ടമാകുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, മാർക്ക് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ റീവാലുവേഷൻ കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരുമേ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് സ്ക്രേ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രേ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.